ഇടുക്കി പെരുവന്താനത്ത് കാട്ടാന ആക്രമണത്തിൽ മരിച്ച സോഫിയ ഇസ്മായിലിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പ്രദേശത്ത് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമുണ്ട്. കളക്ടർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്നലെയാണ് കൊമ്പൻപാറ സ്വദേശി സോഫിയ ഇസ്മായിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് ജനപ്രതിനിധികളും പറയുന്നു. വന്ന് നൈറ്റിങ് കഴിയിട്ടിട്ട് കുണിഞ്ഞ് വെള്ളം കോരിയപ്പോഴാണ് ആന വന്ന് എടുത്തിട്ട് ചവിട്ടി മിരിച്ച് കൊന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞേ, മോനെ ചിലപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ വീട്ടിൽ കാണും, മോൻ കാര്യം ചെയ്യും, സകലം മുന്നോട്ട് പോയി വീട്ടിൽ വിളിക്കാൻ പറഞ്ഞു. സകലം മുന്നോട്ട് പോയപ്പോഴത്തേക്ക് പിന്നെ ഇതുപോലെ കല്ലുകൂട്ടത്തിനകത്ത് അവർ കിടക്കുക, നെഞ്ചത്ത് വലിയ ഒരു കല്ലും കിടപ്പുണ്ട്. അപ്പോൾ ആന എടുത്തു എറിഞ്ഞ് പിന്നെ റോഡിൽ കിടന്ന കല്ല് ചവിട്ടി ഇതാക്കി അവർ നെഞ്ചത്ത് മറിച്ചിട്ട് അത് കല്ലോടെ കൂട്ടി ചവിട്ടിയേക്കുന്നു. മൊത്തം എല്ലുകളിൽ മൊത്തം കാലിൻ്റെ എല്ലുകളിൽ മൊത്തം ഒടിഞ്ഞു പോയി. ജോസി ബാബു കൂടുതൽ വിവരങ്ങളുമായി. ജോസിയും, ഈ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞോ? നിഷാദ, കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. 2 മണിക്കൂറോളം നീണ്ട നടപടിക്രമങ്ങളായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായി നടന്നത്. ഡോക്ടർ സെബിൻ, ഫോറൻസിക് സർജനായ സെബിന്റെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകും. എന്തായാലും വലിയ ജനങ്ങളുടെ പങ്കാളിത്തം ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ആശുപത്രി പരിസരത്തും ഉണ്ടായിരുന്നു. എന്തായാലും വിലാപയാത്രയായാണ് ആശുപത്രിയിൽ നിന്നും ജന്മനാടായ പെരുവന്താനത്തേക്ക് കൊണ്ടുപോയത്. 2 ഇടങ്ങളിൽ പൊതുദർശനമുണ്ട്. പെരുവന്താനത്ത് ഒരു സ്കൂളിലും അതോടൊപ്പം തന്നെ പള്ളിയിലും. പിന്നീട് വൈകുന്നേരം വരിക്കാംകുന്ന് ഖബറിസ്ഥാനിലാണ് മൃതദേഹം ഖബറടക്കുക. എന്തായാലും ഈ പ്രദേശത്ത് ഇന്നലെ ഉണ്ടായ പ്രതിഷേധത്തിന്റെ തുടർച്ചയായി മറ്റ് ഇടങ്ങളിൽ നിന്നും പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ വൈകുന്നേരം 5:30 പുഴയിൽ കുളിക്കാൻ പോയ വീട്ടമ്മയായ സോഫിയ ഇസ്മായിലിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. TR&D എസ്റ്റേറ്റിലെ സമീപത്ത് താമസിക്കുന്ന ഈ സോഫിയ അടക്കമുള്ള കുടുംബങ്ങൾ നിരവധി തവണ നേരത്തെ കാട്ടാന ആക്രമണവുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ ഉയർത്തിയിരുന്നു. പെരിയാർ ടൈഗർ റിസർവിനോട് ചേർന്ന് കോട്ടയം, ഇടുക്കി ജില്ലകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് TR&D എസ്റ്റേറ്റ്. നേരത്തെ നമ്മൾ ഈ പല സമയങ്ങളിലും ഇവിടുത്തെ വന്യജീവി ആക്രമണങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും കാട്ടാന ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും അടക്കമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും നിരന്തരമായി നമ്മൾ വാർത്തകൾ നൽകിയിരുന്നു. ഇന്ന് തന്നെയും ഈ സോഫിയ മുമ്പ് ഈ ഇത്തരത്തിലുള്ളൊരു പരാതി ഉന്നയിക്കുന്നതിൻ്റെ വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും നിരവധി തവണ ഇത്തരത്തിൽ ഈ വിഷയം വനമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിലൊന്നും നടപടി ഉണ്ടായില്ല എന്ന് സോഫിയയുടെ ഭർത്താവ് ഇസ്മയിലും പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം മറ്റ് പൊതുദർശനം അടക്കമുള്ള മറ്റ് നടപടികൾ നടക്കും. എന്തായാലും ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ജന്മനാടായ പെരുവന്താനത്തേക്ക് കൊണ്ടുപോയി. നിഷാദ്.